എലത്തൂർ എസ്.കെ. ബസാർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര റോഡിലെ എറവനാക്കൽ എന്ന വീട്ടിൽ അസാധാരണമായൊരു മതിലുണ്ട്. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുമതിൽ. ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വിവിധതരം ചെടികൾ കൊണ്ടാണ് ഈ വീടിന് മൊയ്തീൻ കോയ എന്ന മൊഞ്ഞാക്ക ചുറ്റുമതിൽ തീർത്തിരിക്കുന്നത്. ചെമ്പരത്തി, ആടലോടകം, തെച്ചി, പാർവതി, ജമന്തി, ആര്യവേപ്പ് ഏതെങ്കിലും ഔഷധത്തോട്ടത്തിൽ വളർന്നു പന്തലിച്ച സസ്യങ്ങളുടെ നിരയല്ല ഇത്. എലത്തൂർ എസ്.കെ. ബസാർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര റോഡിലെ ഈസി ഹൗസിന്റെ ചുറ്റുമതിലായി പടർന്നു കയറുന്ന ചെടികളാണ് ഇവയെല്ലാം. ഔഷധ സസ്യങ്ങളെ കൂടാതെ പ്രിൻസ്, വള്ളിച്ചെടി, മണി പ്ലാന്റ്, മദ്രാസ് മുല്ല ഉൾപ്പെടെ 18 ചെടികളാണ് എറവച്ചാലക്കൽ ഈസി മൊയ്തീൻ കോയ എന്ന മൊഞ്ഞാക്കയുടെ വീട്ടിന് വേലിയായി തലയുയർത്തി നിൽക്കുന്നത്. കാണുമ്പോൾ എപ്പോഴും പുതുമ തോന്നാമെങ്കിലും ഒട്ടും പുതിയതല്ല മൊയ്തീൻ കോയയുടെ വീട്ടിലെ ചെടികൾ. 25 വർഷം മുൻപ് തുടങ്ങിയതാണ് പെയിന്റിംഗ് തൊഴിലാളിയായ മൊയ്തീൻ കോയ വീടിന് ഹരിതവേലി പണിയാൻ. കൃത്യമായി പറഞ്ഞാൽ ഈസി ഹൗസ് പിറന്ന കാലം തൊട്ടേ ഈ പച്ചപ്പുമുണ്ട്. പലരും കുറ്റിച്ചെടികൾ കൊണ്ട് വീടിന് വേലികൾ തീർത്തിരുന്ന കാലത്തായിരുന്നു മൊയ്തീൻ കോയ ഹരിതവേലി പണിതു തുടങ്ങിയത്. അന്നൊരു കൗതുകത്തിനായിരുന്നു കുറ്റിച്ചെടികൾക്കു പകരം ഔഷധ സസ്യങ്ങളിൽ വേലിയൊരുക്കിയത്. പിന്നീട് അതൊരു ശീലമായി, ഒഴിവാക്കാൻ കഴിയാത്ത ശീലം. ഈ ചെടി കൊണ്ടിട്ടാണോ എന്നല്ല, എൻ്റെ ദൈവസഹായമാണെന്നുള്ളത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രത്തോളം താല്പര്യം ഞാൻ കാണിച്ചുകൊണ്ടിട്ട് ഇത്രത്തോളാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞതിൻ്റെ ദിവസം പ്രോത്സാഹനമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരതായിട്ടോ കുറേ ആശംസകളും കുറേ അനുഗ്രഹങ്ങളും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മരിക്കുന്നവരെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. മൊയ്തീൻ കോയയുടെ വീടിന് കിണറില്ല. അതിനാൽ പൈപ്പ് വെള്ളമാണ് ആശ്രയം. ഈ വെള്ളം ഉപയോഗിച്ച് വേണം വേലി മുഴുവൻ നനയ്ക്കാനും. അതും കുറച്ചു സമയം പോരാ. 4 അടി പൊക്കത്തിലും 2 അടി വീതിയിലുമായി 65 മീറ്റർ നീണ്ടു കിടക്കുന്നതാണ് ചെടിവേലി. ഇത് മുഴുവൻ നനച്ചു തീർക്കാൻ സമയം ഏറെ എടുക്കും. ഇതിനൊപ്പം ക്രമം തെറ്റി വളരാനൊരുങ്ങുന്ന നാമ്പുകളെ നുള്ളിയൊതുക്കുകയും വേണം. എല്ലാം കൂടി ഒരു ദിവസം 2 മണിക്കൂറോളം ചെടികൾക്കൊപ്പം ചെലവഴിക്കുന്നു മൊയ്തീൻ കോയ. ഈ ഹരിത പരിചരണത്തിൽ തനിച്ചല്ലെന്നതാണ് മൊയ്തീൻ കോയയുടെ ആശ്വാസം. ഭാര്യ റസിയയും മക്കളായ മുബീനയും ഷുഹൈബും യൂനുസും മരുമകളുമെല്ലാം വീടിന് ഹരിത ഭംഗി ചാർത്തുന്നതിൽ കുടുംബനാഥന്റെ കൂടെയുണ്ട്. ഈസി ഹൗസ് എന്ന മൊഞ്ഞാക്കയുടെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും ആദ്യം മനസ്സൊന്ന് കുളിർക്കും, പിന്നാലെ ശരീരവും. കാഴ്ചയിൽ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും വലിയ മനുഷ്യാധ്വാനമാണ് ഈ ഹരിതവേലിക്ക് പിന്നിലുള്ളത്. ക്യാമറാമാൻ വിശാഖ് മണാശ്ശേരിക്കൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ.